മഴ തോരുമുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടീനെ അവർ പറഞ്ഞ പോലെ നമ്മുടെ ബ്രിജിത്താമ്മയുടെ ആഗ്രഹപ്രകാരം മാമച്ചായനും ഗ്രേസ് ആൻറ്റിയും കൂടി കോളേജിൽ കൊണ്ട് ചേർത്തിന്. +2 കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ നിവർത്തിയില്ലാണ്ട് പഠനം നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും +2 വരെയും പഠിച്ചിട്ടുമുണ്ട്, എല്ലാത്തിലും A+ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടീനെ കൊണ്ടുപോയി കോളേജിൽ ചേർത്താൻ പോണ്. കോളേജിൽ ചെന്നപ്പോൾ ഒരു വർഷത്തോളം പഠനം നിർത്തിയത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം രണ്ട് വിഷയം ഒന്നിച്ച് എഴുതി പാസ്സാവേണ്ടി വരുമെന്ന് പറഞ്ഞ്. എന്നാലും രേവതിക്കുട്ടിക്ക് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ച് അലീനോട് പറയാൻ നോക്കി, മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കാൻ നോക്കി. പക്ഷെ രണ്ടുപേരും എടുക്കുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മുടെ ബബിത ഫോണിലൂടെ ആരാണ്ടോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനൊന്നുമില്ല, ആരും ഇല്ലാത്ത കാരണം സ്വതന്ത്രമായിട്ടിരിക്കുന്നു. അമ്മയെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്ന അമ്മയും അല്ല. അതുകൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ കാറ് കയറി വരുന്നത് കണ്ടത്. അത് കണ്ടതോടുകൂടി പെട്ടെന്ന് അതിൽ നിന്ന് അലീനയും കൂടെ ഇറങ്ങണ കണ്ടതോടുകൂടി നമ്മുടെ ബബിത വേഗം ഓടുന്ന ഹാളിലേക്ക്. അവിടെ ചെന്നിട്ട് അമ്മനോട് പറയുന്നേ, അമ്മേ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയും. വന്നോ എന്ന് പറയും. അങ്ങനെ വൈജയന്തി അങ്ങോട്ട് പോകാൻ പറയും, അവളും ഉണ്ട് എന്ന് പറയും. ആര്, അലീനയോ? അവളും ഉണ്ടെന്ന് പറയും. നീ ചൂലെടുത്ത് ഞാൻ അടിച്ചിറക്കും എന്ന് പറയും. വേണ്ട അമ്മേ, ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട. ഇപ്പം അമ്മ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ വെറുതെ ഇരിക്കുന്നു തോന്നണില്ല, വെറുതെ അടി മേടിക്കണ്ട. അച്ഛൻ അടിക്കുന്നു പറഞ്ഞാൽ അടിക്കൂട്ടാ, കാരനെ കുറ്റി നോക്കിയിട്ടെന്ന് പറയും. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ചെറിയൊരു പേടിയായി. വേണ്ട, എന്താണ് വരുന്നതെന്ന് നോക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കുന്നേ. അതിനുശേഷം ബാലചന്ദ്രൻ ആദ്യം വരും, പിന്നാലെ കൃഷ്ണമോളും, അതിൻ്റെ പിന്നാലെ വൈജയന്തി. നോക്കുമ്പോൾ അലീനയും വരുന്നുണ്ട്. വൈജയന്തി അലീനനെ കാണുമ്പോൾ കണ്ണുരുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അകത്ത് വന്നിട്ട് അലീനനോട് ഇങ്ങോട്ട് കയറി വരാൻ പറയും. എന്നിട്ട് പറയും, നിൻ്റെ സാമർത്ഥ്യം കൊണ്ട്, അതിസാമർത്ഥ്യം കൊണ്ട് പുറത്താക്കിയ പെൺകുട്ടിയെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവളെ സ്വന്തം മോളെ പോലെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം ഇവിടെ ദുസ്സഹനീയമാവും എന്ന് പറഞ്ഞു. എനിക്ക് ആ ദുസ്സഹനീയം മതി. എനിക്ക് സന്തോഷവും സുഖവും സൗഖ്യവും വേണ്ട. ഇവളെ ഉപദ്രവിച്ചിട്ടുള്ള സുഖം എനിക്ക് വേണ്ട. ഉപദ്രവിക്കാണ്ട് നിന്നിട്ടുള്ള സുഖം എനിക്ക് വേണ്ട എന്ന് പറയുന്നത്. എന്നാ നിൻ്റെ വിധി എന്ന് പറയും. വാ അലീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനനെ വിളിച്ച് അകത്തേക്ക് പോകണം. അതായത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് പോണത്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മ അച്ഛൻ്റെ ആയിട്ട് തല്ലു പിടിക്കാൻ നിൽക്കണ്ട. അത് അമ്മയുടെ ജീവിതം ദുരിതത്തിലേക്ക് തന്നെ ആവുള്ളൂ. ഉള്ള കാര്യം പറയാം. അച്ഛനായിട്ട് അമ്മ യുദ്ധത്തിന് നിന്നാൽ അമ്മ തോറ്റു പോകുള്ളൂ എന്നും പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇപ്പോൾ കൃഷ്ണമോളും അലീനയുടെയും ബാലചന്ദ്രൻ്റെയും കൂടെ ആയിട്ടുണ്ട്. പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലും. ബാലേന്ദ്രനെ കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ എപ്പോൾ വന്നു ബാലേന്ദ്ര, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീനനെയും കൂടെ കാണുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഞെട്ടാണ്. മുത്തശ്ശിയുടെ അമ്മരെയും കൂടെ അറിവോട് കൂടിയല്ലേ ഒരു പെൺകുട്ടീനെ വലിച്ചഴിച്ച് പുറത്ത് കൊണ്ട് തള്ളിയത്. അമ്മരെ മോനും മോളും പേരക്കിടാങ്ങളെ കൂടിയിട്ടെന്ന് പറയും. ഞാനോ? ഈ എഴുന്നേൽക്കാൻ പറ്റാണ്ട് കട്ടിൽ കിടക്കണം ഞാൻ എന്ത് ചെയ്തെന്ന് പറയും. നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾ അറിവോട് കൂടിയാണ് ചെയ്തത്. നിങ്ങൾ സ്വയം ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടെന്ന് പറയും. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഇത് കൈതയ്ക്കൽ മാളിക വീടല്ല, ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടാണ്. അതെനിക്കറിയാമെന്ന് പറയും. അറിയാല? അപ്പം സിംഗപ്പൂരുള്ള മോനോടും നീലഗിരിയിലുള്ള മോനോടും ദുബായിലുള്ള മോനോടും വിളിച്ച് പറഞ്ഞേക്ക്, ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയുന്നെന്ന് പറയും. ഞാൻ പറയാമെന്ന് പറയും. പിന്നെ അവളെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. നിങ്ങളുടെ മോൾക്ക് ഇവളിൽ കാണുന്നത് എന്തിട്ടാണ്? സ്വന്തം അമ്മനെ ശുശ്രൂഷിച്ച് രോഗം ഭേദപ്പെടുത്തുന്ന ഇവളോട് അസൂയ, ഇവൾക്ക് ഇത്തിരി തൊലി വെളുപ്പുള്ളത് കൊണ്ടോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ എന്ന് മുത്തശ്ശി പറയും. അങ്ങനെ പറഞ്ഞാൽ നല്ലത് എന്ന് പറയും. എന്താ പറയും, നീ എന്താടാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ അറിയാത്തതൊന്നുമല്ലല്ലോ, നിന്നെ ഞാൻ ഇത്തിരി ഉടപ്പൊക്കെ തുടങ്ങി കാണുന്നതല്ലേ. നീ ഞങ്ങളെ വീടിൻ്റെ അടുക്കളപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തോരം നിനക്ക് ഞാൻ ചോറും ഭക്ഷണമൊക്കെ വിളമ്പി തന്നേക്കണേ. അതെനിക്കറിയാം. ഒന്നും ബാലേന്ദ്രൻ മറന്നിട്ടില്ല. തൊണ്ടയിൽ നിറക്കാൻ പറ്റാത്ത വിഴുപ്പും തൊണ്ടയിൽ വെച്ചുകൊണ്ട് വിഴുങ്ങിപ്പിച്ചതല്ലേ നിങ്ങൾ എന്നെ കൊണ്ട്. കൂടുതലൊന്നും പറയണ്ടെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം മുത്തശ്ശിക്ക് മനസ്സിലായില്ല, പക്ഷേ അലീനയ്ക്ക് മനസ്സിലായി. മോളോട് പറഞ്ഞേക്ക്, മര്യാദയ്ക്കാണെങ്കിൽ മാത്രം ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാം, ഇവളെ സ്നേഹിച്ച് നിന്നാ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവളിനി വീട്ടിലെ ജോലിക്കാരിയും വേലക്കാരിയല്ല, ബാലചന്ദ്രൻ്റെ മൂത്ത മകളാണ്. ഞാൻ ഇവളെ ദത്തെടുത്ത്, മനസ്സിലായല്ല എന്ന് പറയും. അപ്പം മുത്തശ്ശി തലാട്ടും. നമ്മളെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അതിനുശേഷം ബാലേന്ദ്രൻ ഹാളിലേക്ക് പോകും. മുത്തശ്ശിക്ക് നല്ലൊരു കൊട്ട് കൊടുത്തു ഹാളിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ബബിതേ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഇതിന് ഒച്ചയും ബഹളമൊക്കെ കേട്ട് മുകളിൽ നിന്ന് രോഹിത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് വരുമ്പോൾ രോഹിത് പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുമ്പോൾ നിൽക്കട രോഹിത്തെ എന്ന് പറയും.
ഇങ്ങോട്ട് ഇറങ്ങിക്കടാ, ആ സ്റ്റെപ്പ് വന്ന് 2 അടി താഴത്തേക്ക് ഇറങ്ങിക്കാൻ പറയും. എന്നിട്ട് ബബിതോട് ചോദിക്കും, ഈ വീട് ആരുടെ പേരിലാണ്? അച്ഛൻ്റെ. ഇവിടെ നിങ്ങളെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കണ ആരാണ്? അച്ഛൻ. നിങ്ങളുടെ സ്കൂൾ ഫീസ്, ഭക്ഷണം, ഡ്രസ്സ്, ചിലവ്, എല്ലാ കാര്യങ്ങളും നോക്കണ ആരാണ്? അച്ഛൻ. അല്ലാണ്ട് അമ്മയോ അമ്മയുടെ സഹോദരന്മാരാണോ എന്ന് ചോദിക്കും. അല്ല. ആ എന്നിട്ട് ഈ വീട്ടിൽ ഇത്രയും വലിയൊരു അന്യായം നടന്നപ്പോൾ, അതും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടീനെ പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടിട്ടപ്പോൾ നിങ്ങളാരും എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനിവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ അച്ചോ. ഇല്ലയെന്നാ, ഒന്നും ഉണ്ടാവാണ്ടാണ് ഒരു പെൺകുട്ടീനോട് ക്രൂരത ചെയ്തതെന്ന് പറയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ അനുസരിച്ച് നിൽക്കണവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. അല്ലാത്തവർക്ക് ഇവിടെ നിൽക്കണ്ട, ഇതിന് മുന്നേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും, ഈ വീട്ടിൽ ഞാനല്ലെങ്കിൽ ഇവള് രണ്ടുപേരും കൂടെ ഒന്നിച്ചുണ്ടാവില്ല, ആര് വേണമെന്ന് ഞാൻ എൻ്റെ ആങ്ങളമാരെ വിളിച്ച് ചോദിച്ചിട്ട് തീരുമാനിക്കാന്ന് പറയും. നീ വിളിക്കടി, നിൻ്റെ ആങ്ങളമാരെ വിളിച്ച് നീ വേഗം തീരുമാനിച്ചോ, എനിക്ക് ധൃതിയുണ്ടെന്ന് പറയും. എൻ്റെ ബാലചന്ദ്രൻ വേഗം അകത്തേക്ക് പോകണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം അത്രയേ ഉള്ളൂ. പിന്നീട് മുത്തശ്ശിയുടെ അടുത്ത് എന്ന് വൈജയന്തി കരഞ്ഞുകൊണ്ട് പറയണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണമൊന്നും വേണ്ടാന്ന്, ഞാൻ അവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്, ഇങ്ങനത്തെ ഒരു ദുരിതത്തിലേക്ക് ഞാൻ തല വെച്ച് കൊടുക്കേണ്ടി വന്നില്ലേ, ഇങ്ങനത്തെ ഒരു ദുരിതം ഞാനെടുത്ത് തലയിൽ വെക്കേണ്ടി വന്നില്ലേ, അവളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ണീരൊഴുക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും വൈജയന്തി മുത്തശ്ശനെ വിളിച്ച് അവിടെ നിന്ന് പോകാൻ പോണ്. കാരണം ബാലചന്ദ്രൻ പറയുമല്ല, ഇനി വൈജയന്തി പോകുമ്പോൾ അമ്മനെയും കൊണ്ട് പോകണമെന്ന്, ഇവിടെ പിന്നെ ആരും നോക്കാനാണ്, അലീന എന്തായാലും ഇനി വീട്ടുവേലക്കാരിയല്ല, അങ്ങനെ ഒരു തീരുമാനം ബാലചന്ദ്രൻ എടുക്കണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.